ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞത് ഈ നമ്മുടെ തലമുടി തൊട്ട് കാല് വരെയും അതായത് മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെല്ലാം തന്നെ പ്രമേഹം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം മുകളിൽ നിന്ന് പോകണ കണ്ണിനാണ് റെറ്റിനോപ്പതി വളരെ കോമൺ ആണ് ഡയബറ്റിക്സിൽ. കണ്ണിൻ്റെ റെറ്റിനെ മുഴുവൻ ഒരു ചെലന്തിവല പോലെ പുതിയ വാസ്കുലർ വെസൽസ് വന്നിട്ട് കണ്ണിൻ്റെ കാഴ്ച തീർത്തു പോകും. ഈ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ അഡൾട്ട്സ്, അതായത് അഡൾട്ടിൽ അന്ധത വരുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് ഡയബറ്റിക്കാണ്. അതുപോലെ തന്നെ പ്രീമച്യൂർ കാറ്ററാക്ട് സാധാരണ എല്ലാ ആൾക്കാർക്കും പ്രായം കൊണ്ടുണ്ടാവും, പക്ഷേ ഡയബറ്റിക്കാർക്ക് മുമ്പുണ്ടാവും. പിന്നെ ഗ്ലക്കോമയും കൂടുതലായിട്ട് ഡയബറ്റിക്കാർക്ക് ഉണ്ടാകാറുണ്ട്. അതായത് കണ്ണിലെ ടെൻഷൻ കൂടുക, ഇതും ഡയബറ്റിക്കാർക്ക് കൂടുതൽ ഇൻസിഡൻസാണ്. പിന്നെ കാഴ്ചശക്തി തന്നെ വേരി ചെയ്യും. നമ്മൾ ഈ ഷുഗർ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതനുസരിച്ച്, അതായത് നമ്മുടെ രക്തക്കൊള്ളിലെ ഷുഗർ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ ലെൻസിൻ്റെ തിക്നെസ്സും തിന്നസ്സും ഉണ്ടാവും. നമ്മുടെ ഈ ഓസ്മോസിസ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ കണ്ണിലെ ലെൻസിൻ്റെ കട്ടി കൂടുകയും കട്ടി കുറയും, അങ്ങനെ കാഴ്ച തന്നെ ഫ്ലക്ച്വേഷൻ വരും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒഫ്താൽമോളജിസ്റ്റൊക്കെ എപ്പോഴും പറയുന്നത് ഡയബറ്റിക്ക് നല്ലപോലെ കൺട്രോൾ ചെയ്തിട്ടേ കണ്ണാടി പോയി മേടിക്കാവൂന്ന്. പിന്നെ ഈ രക്തക്കൊള്ളിൽ അടഞ്ഞു പോകുന്ന വെയിൻ ഒക്ലൂഷൻ കൊണ്ടും സഡൻ ബ്ലൈൻഡ്നെസ്സും ഒക്കെ ഉണ്ടാകും. അപ്പോൾ കണ്ണിന് എല്ലാ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസും നല്ല ലെവലിലുണ്ടാകാം. ഇതിനെ ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മൾ റെഗുലറായിട്ട് ഐ ചെക്കപ്പ് നടത്തുകയും അപ്പോൾ പുതിയ വരുന്ന വാസ്കുലർ വെസൽസിനെ നമ്മൾ ലേസറിട്ട് നശിപ്പിച്ച് കളയുകയും, അതുപോലെ തന്നെ ഏറ്റവും പ്രധാന ഇമ്പോർട്ടൻ്റായിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ നല്ലപോലെ കൺട്രോൾ ചെയ്യുകയും കൊളസ്ട്രോൾ നല്ലപോലെ കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്യും. പിന്നെ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ഒപ്പം താത്തു വയ്ക്കുകയൊക്കെ ചെയ്താൽ ഒരു നല്ല പരിധി ഏതാണ്ട് ഇതില്ലാതാക്കാം. അപ്പോൾ കണ്ണിൻ്റെ കോംപ്ലിക്കേഷൻ നല്ല പരിധി വരെയും കുറയ്ക്കാൻ സാധിക്കും നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെങ്കിൽ. അടുത്ത കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ബ്രെയിനിനെ ബാധിക്കാം ഡയബറ്റീസ്. ബ്രെയിനെ ബാധിക്കാന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ രക്തക്കൊഴലുകളെ ബാധിച്ച് എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാക്കും. അങ്ങനെ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഡയബറ്റീസിൽ. അപ്പോൾ സാധാരണ ഒരു വ്യക്തിയും ഡയബറ്റിക് ഒരു വ്യക്തിയും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരേ പ്രായക്കാരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡയബറ്റിക്കുള്ള വ്യക്തിക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഒരു 100% കൂടുതലായിരിക്കും. ഏതാണ്ട് 40 to 56% ഓഫ് ഡയബറ്റിക് ഹാവ് ഇൻക്രീസ് ഇൻസിഡൻസ് ഓഫ് സ്ട്രോക്ക്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഒന്ന് ഈ രക്തക്കൊഴൽ അടഞ്ഞു പോവുകയും, ഒന്ന് കൊളസ്ട്രോൾ കൂടിയിട്ട്, പിന്നെ ഡയബറ്റിക്കാർക്ക് എല്ലാവർക്കും കാലക്രമേണ പ്രഷർ ഉണ്ടാവും. ഞാൻ അതിലേക്ക് കടക്കാം. പ്രഷർ കൂടിയിരിക്കും, അതുപോലെ തന്നെ അവർക്ക് കൊളസ്ട്രോൾ കൂടിയിരിക്കും. അപ്പോൾ കൊളസ്ട്രോൾ ഈ അങ്ങോട്ട് പോകുന്ന രക്തക്കൊഴലിനെ അടച്ച്, അതുപോലെ തന്നെ വേറൊരു സംഗതിയാണ് ഈ അൽസിമേഴ്സ് ഡിസീസ്, മെമ്മറി ലോസ് അല്ലെ മെമ്മറി ഇമ്പയർമെൻറ്റ്, നമ്മുടെ മറവി, ഇത് പ്രമേയ രോഗികൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബ്രെയിനിനെയും ബാധിക്കുന്നുണ്ട്. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇത് മെയിനായിട്ട് രക്തക്കൊഴലുകളെ ബാധിക്കും. അങ്ങനെ രക്തക്കൊഴലെ ബാധിച്ച് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഹാർട്ടിനെ ബാധിച്ച് അത് ഹാർട്ടിന് രക്തക്കൊഴൽ അടച്ചു കളയും പെട്ടെന്ന്. അപ്പോൾ സാധാരണ ഒരു വ്യക്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 65% മോർ ഇൻസിഡൻസ് ആണ് ഹാർട്ട് അറ്റാക്ക് ഇൻ ഡയബറ്റീസ്. അത് നമ്മൾ ഹാർട്ട് അറ്റാക്കായിട്ടോ സ്ട്രോക്കായിട്ടോ വന്ന് ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞ ഡയബറ്റിക്കാർക്ക് കാലക്രമേണ ബ്ലഡ് പ്രഷർ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും, അതിനകത്ത് സംശയമുള്ള കാര്യമല്ല. അപ്പം ബ്ലഡ് പ്രഷർ ഉണ്ടാവും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ സമയാസമയങ്ങളിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ സാധ്യത കൂടും. അപ്പം ബ്ലഡ് പ്രഷർ നല്ലപോലെ കുറച്ച് വയ്ക്കുകയും കൊളസ്ട്രോൾ നല്ലപോലെ കുറച്ച് വയ്ക്കുകയും മിതമായി നല്ലപോലെ വ്യായാമം ചെയ്യുകയും സിഗരറ്റ് വലി ഉപേക്ഷിക്കുകയൊക്കെ ചെയ്താൽ ഇതിൻ്റെ സാധ്യത ഒത്തിരി കുറയും, ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത. അതേപോലെ തന്നെ വേറൊരു കോംപ്ലിക്കേഷൻ കിഡ്നി ഇൻവോൾവ്മെൻറ്റ്. 45% തൊട്ട് 65% വരെയും ഡയബറ്റിക്കാർ ഈ കിഡ്നി ഫെയിലർ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരു ഡയാലിസിസ് യൂണിറ്റിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കാമെങ്കിൽ, ഇപ്പോൾ ഞങ്ങളുടെ ഒമേജ ഹോസ്പിറ്റലിൽ വി ഹാവ് എ വെരി ഗുഡ് ഡയാലിസിസ് സെറ്റപ്പ്. ഏതാണ്ട് 1000 പേരെയോളം ഞങ്ങളൊരു മാസം ഡയാലിസിസ് നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കാമെങ്കിൽ 96% അല്ലെങ്കിൽ 97% നമുക്ക് പറയാം ഡയബറ്റിക് ആയിരിക്കും. അപ്പോൾ വൺ ഓഫ് ദ മേജർ കോസ് ഓഫ് നെഫ്രോപ്പതി ഓർ കിഡ്നി ഫെയിലിയർ ഇസ് ഡയബറ്റിസ്. ഏതെങ്കിലും ഡയബറ്റിക്കാരന് ഫ്ലക്ച്വേഷൻ ഓഫ് ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ ഓൾവേസ് റൂൾ ഔട്ട് ഡയബറ്റിസ്. അപ്പോൾ ഒരു 16 വർഷം ഡയബറ്റിക് നിൽക്കുകയാണെങ്കിൽ ഡയബറ്റിസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഡയബറ്റിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ
കണ്ണ് ഫണ്ടസ് എക്സാമിൻ ചെയ്യുമ്പോൾ കണ്ണിൻ്റെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, റെറ്റിനോപ്പതി ഉണ്ടാവുമെന്ന്. അപ്പോൾ റെറ്റിനോപ്പതി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നെഫ്രോപ്പതി ഉണ്ടെന്നുള്ള, കിഡ്നി ഫെയിലിയർ ഉണ്ടെന്നുള്ള. അപ്പോൾ റെറ്റിനോപ്പതി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കിഡ്നി ഫെയിലിയറും ഡയബറ്റിക്കാർക്ക് വളരെയധികം ഹൈ ഇൻസിഡൻസ് ആണ്. ഈ ഹാർട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ ഡയബറ്റിക്കാരന് ഹാർട്ട് അറ്റാക്ക് തന്നെയല്ല, ഹാർട്ട് ഫെയിലിയർ ഉണ്ടാവും, അൺഎക്സ്പ്ലെയിൻ കാർഡിയക് ഫെയിലിയർ. അത് ഞങ്ങൾ പറയുന്നത് കാർഡിയോമയോപ്പതി. അതും ഡയബറ്റിക്കാർക്ക് വളരെ ഹൈ ഇൻസിഡൻസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഹൈ ഇൻസിഡൻസ് ഓഫ് ഹാർട്ട് അറ്റാക്ക് തന്നെയല്ല, കാർഡിയക് ഫെയിലിയറും ഉണ്ടാകുന്നുണ്ട്. പിന്നെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ടെസ്റ്റിക്കിൾസ്, ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോസ് ഡയബറ്റീസ് ആണ്. അവരുടെ ഉത്തേജനം കുറയും, സെക്സ് ഡ്രൈവ് കുറയും. മെയിൽസിന് തന്നെയല്ല, ഫീമെയിൽസിനും ഈക്വലി ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഡയബറ്റിക് ഒരു പരിധിയിൽ കൂടുതൽ അവിടെയും ഈ എൻഡോത്തീലിയൽ ഡാമേജ്, വെസൽ വാൾ ഡാമേജ് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഈ കാര്യത്തിനൊക്കെ പ്രധാനമായ ട്രീറ്റ്മെൻറ്റ് ഡയബറ്റിക് കൺട്രോൾ, ഷുഗർ നല്ലപോലെ കൺട്രോൾ ചെയ്യുക, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു നല്ല സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഈ ഇടിക്ക് വേറെ റീസൺ വല്ലതും ഉണ്ടോ, എറക്ടൈൽ ഡിസ്ഫങ്ഷൻ, അതായത് ഉദാഹരണക്കുറവിന് വേറെ വല്ലതും ഉണ്ടെന്നുള്ളത് വർക്കപ്പ് ചെയ്യുക. ഇതുപോലെ തന്നെ വേറെ സ്കിൻ ഇൻഫെക്ഷൻസ് വളരെ വളരെ ഹൈ ആണ് ഡയബറ്റിക്സിൽ, എസ്പെഷ്യലി ഫംഗൽ ഇൻഫെക്ഷൻ. പിന്നെ ഞാൻ ലങ്ങിൻ്റെ കാര്യം പറയാൻ മതി, ന്യൂമോണിയ, അൺകൺട്രോൾ ന്യൂമോണിയ, പിന്നെ അൺകൺട്രോൾ മെനഞ്ചൈറ്റിസ്, ബ്രെയിൻ ഇൻവോൾവ്, ഇതൊക്കെ ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഈ സ്കിൻ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ ഡയബറ്റിക്കിന് നെർവിനെ ഇൻവോൾവ് ആവും. നെർവ് ഇൻവോൾവ് ആവുന്നതാണ് പെരിഫറൽ ന്യൂറോപ്പതി. അപ്പോൾ നമുക്ക് നടക്കുമ്പം നമുക്ക് കാലിലെ ഫീലിംഗ്, കാലിലെ സെൻസേഷൻ വളരെയധികം കുറയും. അത് ഈ നെർവ് ഇൻവോൾവ്മെൻറ്റ് ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ ഒരു ലക്ഷണമാണ്. നമുക്ക് ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്യാൻ ഒക്കും. അപ്പോൾ ഇവിടെയൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഒരു കാര്യം, ഈ നെഫ്രോപ്പതി ഉണ്ടെങ്കിലോ, സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ, കാർഡിയക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിലോ, ഇവിടെയൊക്കെ വളരെ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യുകയും മാസം മാസം നമ്മളിതിനെപ്പറ്റി ടെസ്റ്റ് ചെയ്യുകയും ചെയ്ത് ഇതിൻ്റെ സൂചന കിട്ടിക്കഴിഞ്ഞാൽ പല മരുന്നുകളും മാറി നമ്മൾ ഇൻസുലിനെ അഭയം പ്രാപിക്കേണ്ടി വരും. അപ്പോൾ പലപ്പോഴും പേഷ്യൻ്റ് ഇൻസുലിൻ എടുക്കാൻ മടി കാണിക്കുക. അപ്പോൾ നമ്മൾ അവനെ മനസ്സിലാക്കി കൊടുക്കുക, വൈ വി ആർ സെലക്ടിങ് ഫോർ ഇൻസുലിൻ. ഇത്ര നാളും അത് ഒരു പരിധി വരെയും ഇത്ര നാളും അവൻ്റെ ആ ട്രീറ്റ്മെൻറ്റ് അവഗണന കൊണ്ടായിരിക്കണം ഈ പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉള്ളപ്പം നമ്മളെപ്പോഴും, അല്ലെങ്കിൽ ദർ ഇസ് എ സെയിങ് ദറ്റ് വെനെവർ ദർ ഇസ് എ സ്ട്രെസ് ഓർ സ്ട്രെയിൻ നമ്മൾ ഇൻസുലിനാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ പേഷ്യൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണം. പിന്നെ കാലിലെയൊക്കെ രക്തോട്ടം കുറഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി നോൺ ഹീലിംഗ് അൾസർ, കരിയാത്ത വ്രണങ്ങളും, പിന്നെ അതുപോലെ അതിൻ്റെ ലാൻഡപ്പിൻ്റെ ആംബുട്ടേഷൻ, ഗാംഗ്രീനൊക്കെ ആയി ആംബുട്ടേഷൻ, ഇതൊക്കെ ഡയബറ്റിക് കണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസാണ്. അപ്പോൾ ഈ ഡയബറ്റിക്കിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ ഞാൻ ഈ പറഞ്ഞിരുന്ന, അതായത് ഹാർട്ട് ഇൻവോൾവ്മെൻറ്റ്, കണ്ണിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, നെർവിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, രക്തക്കുഴലിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, ഇതൊക്കെ ഒരു പരിധി വരെയും, നല്ല ശതമാനം ഒരു പരിധി വരെയും റെഗുലർ എക്സസൈസ് കൊണ്ടും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും, ഓൾമോസ്റ്റ് ഇല്ലാതാക്കാൻ സാധിക്കും.